നമസ്കാരം. ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ നിലവിലെ ക്രിമിനൽ നിയമങ്ങൾ പര്യാപ്തമാണെന്നും അത് നടപ്പാക്കാത്തതാണ് ആശങ്കയ്ക്ക് കാരണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. നിയമ നിർമ്മാണത്തിന് കോടതി ഇടപെട്ട് നിർദ്ദേശം നൽകേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും നിലവിലെ നിയമങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം സർക്കാരിന് പരിഗണിക്കാമെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. നിയമങ്ങളുടെ അഭാവമല്ല, നടപ്പാക്കലിലെ വീഴ്ചയാണ് പ്രധാന പ്രശ്നമെന്ന നിരീക്ഷണം നമ്മുടെ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൻ്റെ ദുർബലതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുവെങ്കിലും നിയമങ്ങളിൽ പോരായ്മയില്ലെന്ന കോടതിയുടെ നിരീക്ഷണം പൂർണ്ണമായും ശരിയല്ലെന്ന് വേണം കരുതാൻ. മതം, വംശം, ജനനസ്ഥലം, താമസസ്ഥലം, ഭാഷ അല്ലെങ്കിൽ ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് തടയാൻ മുൻ IPCയിൽ സെക്ഷൻ 153A വകുപ്പുണ്ട്. IPCയിലെ സെക്ഷൻ 295A ഏതെങ്കിലും ഒരു വിഭാഗം പൗരന്റെ മതവികാരങ്ങളെ പ്രകോപിപ്പിക്കുന്നത് തടയുന്നു. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന പ്രസ്താവനകൾക്കെതിരെയായി സെക്ഷൻ 505 ഉണ്ട്. ജനപ്രാതിനിധ്യ നിയമം, പൗരാവകാശ സംരക്ഷണ നിയമം, മതസ്ഥാപനങ്ങൾ ദുരുപയോഗം തടയൽ നിയമം, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് റെഗുലേഷൻ നിയമം എന്നിവയിൽ കൂടുതൽ വകുപ്പുകളുമുണ്ട്. നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്ന കാര്യത്തിൽ തെഹ്സീൻ പൂനെവാല കേസിലെ സുപ്രീം കോടതിയുടെ മാർഗരേഖയുമുണ്ട്. എന്നാൽ മുൻ IPCയിലോ ഇപ്പോഴത്തെ BNSEയിലോ വിദ്വേഷ പ്രസംഗത്തിന് നിയമപരമായ നിർവചനമില്ല. 2017 നിയമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് അംഗീകരിക്കുകയും സെക്ഷൻ 153C, സെക്ഷൻ 505A എന്നിങ്ങനെ പുതിയ വകുപ്പുകൾ ചേർക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ കോവിഡ് കാലത്ത് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്വേഷ പ്രചാരണങ്ങൾ ഈ ആവശ്യത്തിൻ്റെ ആക്കം കൂട്ടി. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ പാർലമെന്റ് ഇടപെടാത്തിടത്ത് ഇടപെടുകയും വിദ്വേഷ പ്രസംഗം നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിൻ്റെ അഭാവം പരിഹരിക്കുന്നതിനുള്ള ചട്ടക്കൂട് സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രശ്നം നടപ്പാക്കലിൻ്റെയാണെന്ന നിലപാടിലൂടെ കോടതി സ്വന്തം പങ്ക് പരിമിതപ്പെടുത്തി. ആദ്യം നിലവിലുള്ള നിയമങ്ങൾ വിച്ഛിന്നവും കാലഹരണപ്പെട്ടതുമായ ഘടനയിലാണുള്ളത്. വിദ്വേഷ പ്രസംഗം എന്താണെന്നതിന് വ്യക്തമായ നിയമപരമായ നിർവചനം ഇല്ലാത്തത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നു. ഏത് പ്രസ്താവനയാണ് വിമർശനപരമായ അഭിപ്രായ പ്രകടനം ഏതാണ് ശിക്ഷാർഹമായ വിദ്വേഷ പ്രസംഗം? ഇതിൻ്റെ ചുവന്ന രേഖ പലപ്പോഴും വ്യക്തമായിട്ടില്ല. ഡിജിറ്റൽ കാലഘട്ടത്തിലെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ വ്യാപ്തി നിലവിലെ നിയമങ്ങൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ വേഗത്തിൽ വ്യാപിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ, അസംഘടിത ട്രോൾ ക്യാമ്പയിനുകൾ തുടങ്ങിയവയെല്ലാം നിലവിലെ നിയമങ്ങളിലെ ഭാഷയിലും പരിധിയിലും ഒതുങ്ങുന്നില്ല. നിയമത്തെ ഇരകൾക്കെതിരെയായി ദുരുപയോഗം ചെയ്യാനും പോരായ്മകൾ സഹായകമാകുന്നു. വ്യക്തമായ നിർവചനം ഇല്ലാത്തത് അധികാരികൾക്ക് വ്യാപകമായ വ്യാഖ്യാന സ്വാതന്ത്ര്യം നൽകുന്നു. ഏത് പ്രസ്താവനയാണ് വിദ്വേഷ പ്രസംഗമെന്ന് തീരുമാനിക്കുന്നത് അധികാരികളുടെ മനോഭാവത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിലൂടെ യഥാർത്ഥത്തിൽ വിദ്വേഷത്തിന് ഇരയായവർക്ക് പകരം അതിനെ ചോദ്യം ചെയ്യുന്നവരെയോ വിമർശകരെയോ തന്നെ കേസുകളിൽ കൊടുക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. ഇങ്ങനെ നിയമം സംരക്ഷണ ഉപാധി എന്നതിന് പകരം ഭീഷണിപ്പെടുത്തലിൻ്റെ ഉപാധിയായി മാറുന്നു. ഇവിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ നടപ്പാക്കലിലെ വീഴ്ച എന്ന പ്രശ്നത്തിനപ്പുറം നിയമത്തിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ പ്രയോഗവുമാണ് ഒരുമിച്ച് പ്രശ്നമാകുന്നത്. നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായും പക്ഷപാതമില്ലാതെയും നടപ്പാക്കുക, വ്യക്തമായ നിർവചനവും ആധുനിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഭേദഗതികൾ കൊണ്ടുവരിക, ഇതാണ് പരിഹാരം. നിയമത്തിൽ പോരായ്മയില്ലെന്ന് പറയുന്നത് പ്രശ്നത്തെ ലഘൂകരിക്കലാണ്. നടപ്പാക്കലിലെ വീഴ്ചകളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ നിയമഘടനയിലെ പോരായ്മകളെയും അവഗണിക്കുന്നത് അപകടകരമാണ്. വിദ്വേഷ പ്രസംഗം ഒരു സാധാരണ നിയമലംഘനം മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ അടിത്തറയെ തന്നെ കുലുക്കുന്ന ഭീഷണിയാണ്.
മതം, ജാതി, ഭാഷ എന്നിവയുടെ പേരിൽ ആളുകളെ വിഭജിക്കുന്ന പ്രസ്താവനകൾ സമൂഹത്തിൽ ദീർഘകാലമായുള്ള സംഘർഷങ്ങൾക്ക് വിത്തുവയ്ക്കുന്നു. വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ നിലവിലുള്ള നിയമങ്ങളും സുപ്രീം കോടതി മാർഗരേഖയും നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണം. നിയമങ്ങളുടെ ശക്തി അവയുടെ എണ്ണം കൊണ്ടല്ല, പ്രയോഗിക്കുന്നതിലെ സുതാര്യതയും നിഷ്പക്ഷതയും കൊണ്ടാണ് അളക്കപ്പെടുന്നത്. ഇതിന് പോലീസിന്റെ സ്വതന്ത്ര പ്രവർത്തനം ഉറപ്പാക്കുകയും രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കുകയും വേണം. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഉടൻ FIR രജിസ്റ്റർ ചെയ്യുക, ശരിയായ വകുപ്പുകൾ ചേർക്കുക, അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയവ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളാണ്. പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും വീഴ്ചകൾക്ക് കൃത്യമായ ഉത്തരവാദിത്വം നിശ്ചയിക്കുകയും ഇരകൾക്ക് സംരക്ഷണവും നീതിയും ഉറപ്പാക്കുകയും ചെയ്യണം. നിലവിലുള്ള നിയമങ്ങളിൽ പോരായ്മകൾ പരിഹരിച്ചുള്ള ഭേദഗതികൾ കൊണ്ടുവരണം. വിദ്വേഷ പ്രസംഗം പോലുള്ള ഗൗരവമുള്ള വിഷയങ്ങളിൽ എല്ലാ ഉത്തരവാദിത്വവും ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന് വിട്ടു നൽകുന്നത് ശരിയായ സമീപനമല്ല. അധികാര വിഭജനത്തിന്റെ പരിധികൾ മാനിക്കേണ്ടതുണ്ടെങ്കിലും ജുഡീഷ്യറി പൂർണ്ണമായും പിന്നോട്ട് നിൽക്കുന്നത് നീതിന്യായത്തിന്റെ ലക്ഷ്യത്തോടൊത്ത് പൊരുത്തപ്പെട്ടിട്ടില്ല. വിദ്വേഷ പ്രസംഗം ഒരു നിയമ പ്രശ്നം മാത്രമല്ല, സാമൂഹികവും നൈതികവുമായ വെല്ലുവിളി കൂടിയാണ്. സ്ഥാപനങ്ങളുടെ ഏകോപിത ഇടപെടലിനൊപ്പം സമൂഹത്തിന്റെ ജാഗ്രതയും ചേർന്നാലേ വിഭജനത്തിന്റെ ഭാഷയെ ഐക്യത്തിന്റെ ഭാഷയാക്കി മാറ്റാൻ കഴിയൂ.